ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൽ ഇനി വരാൻ പോകുന്ന നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആതിരനെ കൂട്ടിക്കൊണ്ട് മഹേഷ് ആണെങ്കിൽ ഒരു ഓർഫനേജിൽ പോകുന്നുണ്ട്. അവിടുത്തെ സിസ്റ്ററിനോട് പറയുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് മാത്രം ഇവളിവിടെ നിർത്തിയാൽ മതി, അതിനുശേഷം ഞാൻ സ്റ്റേറ്റിൽ ഇവൾക്ക് വേണ്ടി ഒരു ജോലി ശരിയാക്കുന്നുണ്ട്. ആ ജോലി ശരിയാക്കി കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടേക്ക് പോകും. പിന്നീട് അവൾക്ക് ഒരു ശല്യവും ഒരാളുടെ ഒരു പേടിക്കേണ്ട കാര്യം, അവൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ജീവിക്കാം, ഇഷ്ടമുള്ള പോലെ പണിയെടുത്ത് ജീവിക്കാം, ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയാണ്. ആതിര, നീ ഇവിടെ നിന്നോ, നാളെ തന്നെ നമുക്ക് കോടതിയിൽ ഹാജരാവണം. ശരി മഹേഷ് സർ എന്ന് പറയാണ്. നീ എന്നെ സാറെന്ന് വിളിക്കേണ്ട, ഏട്ടാന്ന് വിളിച്ചാൽ മതി. ഇഷിതേനെ ചേച്ചി എന്നല്ല വിളിക്കുന്നത്, എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ് മഹേഷ്. അതിനുശേഷം മഹേഷ് വക്കീലായിട്ട് കോടതിയിലേക്ക് പോകുന്നുണ്ട്. കോടതിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആതിരനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മഹേഷും വക്കീലും കൂടി കോടതിയിലേക്ക് പോവാട്ടോ. വിനോദിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിനുശേഷം വക്കീല് പല തെളിവുകളും കാര്യങ്ങളും ആതിര തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഞാനിങ്ങനെ മെഡിക്കൽ സീറ്റിന് വേണ്ടി പോയപ്പോഴേക്കും അവിടെ മെറിറ്റ് സീറ്റിൽ എനിക്ക് കിട്ടി. ഞാൻ ലക്ഷങ്ങളൊന്നും കൊടുക്കാത്തതിന്റെ പേരിൽ ഈ അൻസാരിദാസിനെ ആകാശിനെ അവരുടെ ആൾക്കാരെ നിർത്താനായിരുന്നു താല്പര്യം. അതിനു വേണ്ടി എന്നെ അവർ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഒഴിവാവണമെന്ന് പറഞ്ഞു. എന്നെ ഒഴിവാവില്ലെന്ന് പറഞ്ഞു. അതിനെ എന്നെ ഒരുപാട് മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു. ഒരു റൂമിലിട്ട് ഒരുപാട് പേരിനെ പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സംഭവങ്ങൾ എടുത്തെടുത്ത് പറയണം. അന്ന് അൻസാരിദാസിന്റെ കൂടെയുള്ള ഒരാളായിരുന്നു ഈ വിനോദ് സാറ്. വിനോദ് സാറിനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ വിനോദ് സാറിന് വരുന്ന മുമ്പേ എന്നെ അവർ ഒരുപാട് പീഡിപ്പിച്ചായിരുന്നു. വിനോദ് സാർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഒരുപാട് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിയെങ്കിലും പിന്നെ എന്നെ എൻ്റെ അച്ഛനും അമ്മയടുത്ത് കൊണ്ടേ ആക്കായിരുന്നു അവര്. അതുകൊണ്ട് വിനോദ് സാറിന് ഇതിനൊരു പങ്കുമില്ല. എന്നെ എല്ലാം ചെയ്തത് അൻസാരിദാസും അതുപോലെ തന്നെ ആകാശുമാണ് എന്ന് പറയാണ്. പിന്നെ അവിടെ 2-3 കൂട്ടാളികളുണ്ട്, അവരെനിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് ആതിര പറയാണ്. അങ്ങനെ കോടതി വിനോദിനോട് മാപ്പ് പറഞ്ഞ ശേഷം വിനോദിനെ വെറുതെ വിട്ടയക്കാട്ടോ. ആതിരനെ തിരിച്ച് നമ്മുടെ വിനോദും മഹേഷും കൂടി ആ ഒരു ഓർഫനേജ് കൊണ്ടേ ആക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ടി വിയിലും ന്യൂസും പത്രത്തിലൊക്കെ ന്യൂസ് വരുന്നത് ആകാശും അതുപോലെ തന്നെ അൻസാരിദാസും കൂടി ചേർന്നിട്ട് ആതിരനെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുവാട്ടോ. ഇത് രചന അറിയുന്നുണ്ട്. രചന എടുത്ത് ആദ്യം പറയുന്നുണ്ട്, മമ്മി പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ കണ്ടായിരുന്നോ? നീ എന്നെ കളിയാക്കുവാണോ? അല്ല, ആകാശങ്ങളുടെ സ്വഭാവം ഞാൻ പലവട്ടം മമ്മി അടുത്ത് പറയാൻ ശ്രമിച്ചായിരുന്നു. മമ്മി അതൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ ആതിര എന്ന് പറഞ്ഞ ആന്റി എന്തുമാത്രമൊക്കെയാണ് ആകാശങ്ങളെ പറയുന്നറിയാവോ? ആദ്യ പ്രതി ആ അൻസാരിദാസ്, 2ാം പ്രതി ആകാശങ്ങളാ. മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാൻ മമ്മിയെടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? അല്ല, മമ്മി എങ്ങാനും ഇതിന് പിന്നിലുണ്ടോ? നീ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല ആദി. അല്ല, ആകാശങ്ങളുണ്ട് കാര്യങ്ങളിലൊക്കെ മമ്മി ഉണ്ടാവാറുണ്ടല്ലോ. എങ്കിൽ മമ്മി സൂക്ഷിക്കണം. മമ്മി ജീവിതകാലം മുഴുവൻ ജീവപര്യന്തമാണ് കിട്ടാൻ പോണത്. പിന്നെ ലക്ഷക്കണക്കിന് രൂപ അതിന് നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. മമ്മി പെട്ടുപോകും മിക്കവാറും. മമ്മി ഇതിൽ പങ്കില്ലെങ്കിൽ പോലും ആകാശങ്ങൾ മമ്മീനെയും കൂടി പെടുത്താൻ ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. നീ വെറുതെ ഇല്ലാത്തൊന്നും പറയല്ലേ. ഈ ആതിര എന്താണെന്നോ, ആതിര ആരാണെന്നോ, ആതിര കേസ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ മമ്മിക്ക് കൊള്ളാം, അല്ലെങ്കിൽ മമ്മി ഉടനെ തന്നെ പോലീസ് കസ്റ്റഡിയിലാകും എന്ന് പറയാണ്. അങ്ങനെ ആകാശ് അവിടേക്ക് വരുന്നുണ്ട്. രചന ചോദിക്കണ്ടേ, ആകാശ് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ടി വിയിലും എല്ലാം നിങ്ങളുടെ ഫോട്ടോ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? എന്റെ രചന, എനിക്കൊരു പങ്കുമില്ല. എല്ലാത്തിനും കാരണം അയാളാണ്, ആ അൻസാരിദാസ്. അയാളും അയാളുടെ ഗുണ്ടകളും രാഷ്ട്രീയ ഗുണ്ടകളും ചേർന്നിട്ടാണ് അവൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ പിന്നെ അയാളെ സഹായിക്കാൻ വേണ്ടി അതിൽ പെട്ടുപോയി, അല്ലാതെ എനിക്ക് അറിയ പോലില്ല ആതിരേന. എങ്കിൽ ആകാശിന് ഇപ്പൊ പോലീസ് അന്വേഷിച്ചു വരുമെന്ന് പറയണത്. അൻസാരിദാസ് ചിലപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. പക്ഷെ ആകാശ് എന്ത് ചെയ്യും? ഞാൻ കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ്. നിന്റെ അടുത്ത് എങ്ങനെ പോലീസ് ചോദിച്ചു വരുവാണെങ്കിൽ എന്നെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. ആദി, എനിക്ക് നിന്നെയാണ് പേടി. മര്യാദക്ക് എന്നെ ചതിക്കലേടെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത് കേട്ടോ. ആകാശ്, നിങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് ഉണ്ട്, സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞിട്ട് ആകാശിനെ തൂക്കിയെടുത്തോണ്ട് പോവാണ്. ആദിക്ക് ഭയങ്കര സന്തോഷാവാട്ടോ. ആദി പൊട്ടിച്ചിരിക്കുകയാണ്. രചന പറയണ്ട്, ആകാശിന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ നീ ഇരുന്ന് ചിരിക്കുകയാണല്ലേ? അല്ല, ഞാനിരുന്ന് കരയാം. അല്ല, അയാൾക്കത് വേണം. മമ്മിക്ക് ഇങ്ങനെയൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ലേ? മമ്മിനെ പോലത്തെ ഒരു പെണ്ണല്ലേ ആ ആതിരാന്റിയും. ആ ആന്റിനെ എന്തുമാത്രം ഇവര് ദ്രോഹിച്ചത്. ടി വിയിലും പത്രത്തിലൊക്കെ വായിക്കണം കേട്ടാ നാണം വന്നു പോകും മമ്മി. എടാ, ടി വിയിലും പത്രത്തിൽ അങ്ങനെ പലതും പറയും, അതൊന്നും ഉള്ളതായിരിക്കില്ല. മമ്മീനെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, മമ്മി അങ്ങനെ കൂട്ടകക്ഷിയാണെങ്കിൽ മമ്മിയും പോകേണ്ടി വരും ഉടനെ ജയിലിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യം അവിടെ നിന്ന് പോവാട്ടോ. ശേഷം മഹേഷ് വിനോദിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ഒരുപാട് നാളെ ശേഷമാണ് വിനോദ് വീട്ടിലേക്ക് വരുന്നത്. വിനോദ് വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കെട്ടിപ്പിടിച്ച് വിനോദിന് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. സ്വപ്നവല്ലിയാണെങ്കിൽ വിനോദിനെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ്. അമ്മയുടെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര വർഷമായി അമ്മേ എന്നൊക്കെ വിനോദ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനോദും എല്ലാവരും ഒരുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇഷിത
വരുന്നുണ്ട്. ആ സമയത്താണ് ഇഷിതനെ നമ്മുടെ വിനോദ് ശ്രദ്ധിക്കണേ കേട്ടോ. വിനോദ് പറയണ, ആഹാ ഏടത്തി പ്രഗ്നന്റ് ആണോ? ആ അപ്പോ നീ ഇത് അറിഞ്ഞില്ലായിരുന്നോ? മഹേഷ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു. എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ പുറത്തു വരുമെന്ന്. പിന്നെ നമ്മുടെ കുഞ്ഞിനെ പേര് വിളിക്കാൻ പോണത് വിനോദാണ് കേട്ടോ. ആ അതെന്തായാലും നന്നായി എന്ന് ഇഷിത പറയാണ്. ഓ സന്തോഷമായി, ഇവിടെ വന്നപ്പോ ഇരട്ടി സന്തോഷമാണല്ലോ എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട്, ആ ഇനി ഒരുപാട് സന്തോഷം വരാൻ പോണേ ഉള്ളൂ. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നിന്റെ സുചിത്രയുടെ വിവാഹം നടത്താൻ നിൽക്കാ ഞങ്ങള് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട, അതേ മോനെ സുചിത്ര അവള് നീ തിരിച്ച് ചിലപ്പോ ജയിലിൽ നിന്ന് പുറത്ത് വരില്ലെന്ന് അറിഞ്ഞിട്ട് പോലും നിനക്ക് വേണ്ടി കാത്തിരുന്ന പെണ്ണാണ്. നീ അവൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞാൻ അനുവായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചപ്പോ, അതായത് നീയും സുചിത്ര നമ്മളെ ബന്ധം എനിക്ക് അറിയില്ല, എന്നിട്ട് നീയും അനുവും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. പക്ഷെ നീ എന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അവളായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു. അപ്പോഴും സുചിത്ര വേറെ വഴി മാറി ചിന്തിച്ചിട്ടൊന്നുമില്ല. നീ ജയിലിൽ കിടന്നപ്പോഴും നിന്നെ വിശ്വസിച്ച് കാത്തിരുന്ന പെണ്ണാണ്. ഇനി അവളെ ഒരുപാട് അങ്ങോട്ട് കാത്തിരിപ്പിക്കരുത് മോനെ. എത്രയും പെട്ടെന്ന് അവളുടെ കഴുത്തിൽ നീ താലി കെട്ടണം. അതേ ഏട്ടാ, എനിക്കും ആഗ്രഹമുണ്ട്. പാവം എനിക്ക് വേണ്ടി എത്രമാത്രം കാത്തിരുന്നു, എത്രമാത്രം സഹിച്ചു, എത്രമാത്രം അപമാനപ്പെട്ടു അവള് അത് പറയാണ്. ഞാൻ അപ്പുറത്തേക്ക് കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിനോദ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഇഷിതയുടെയും അതുപോലെ ഇഷിതയുടെ ഫ്ലാറ്റിലേക്ക് പോവാണ്. അവിടെ പ്രിയാമണിയും അതുപോലെ തന്നെ നമ്മുടെ മാഷും സുചിത്രയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് വിനോദ്. ഓ വിനോദിന് ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ, സന്തോഷം എന്ന് മാഷ് പറയാണ്. പ്രിയാമണി പറയുന്നുണ്ട്, വിനോദ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തു വരുമെന്ന് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ആ അൻസാരദാസും ആകാശവും ആണല്ലോ, അതായിരുന്നു ഒരു പേടി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിനോദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയപ്പോഴാണല്ലോ മഹേഷിന് അപകടം പറ്റിയത്. അപ്പൊ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയതാണ്. എന്തായാലും വിനോദ് വന്നല്ലോ, സമാധാനായി. സത്യം പറഞ്ഞ വിനോദിന് പുറത്തു വരുന്ന പോലെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. അപ്പൊ അതെ ഇവളോട് വേറെ വിവാഹം കഴിക്കാനൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ ഇവള് വേറെ വിവാഹം കഴിക്കത്തേയില്ല. വിനോദിനെ ഭർത്താവായിട്ട് മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞു. വിനോദിനെ വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ പെണ്ണാണ്. ഇവളെ കൈവിടല്ലേ വിനോദേ, ഇവളെ വേദനിപ്പിക്കല്ലേ. ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും ഇവളെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിനോദ് സുചിത്രയുടെ അടുത്ത് ചേർന്ന് നിൽക്കാട്ടോ. അതേസമയം ആകാശാണെങ്കിൽ ജയിലിലേക്ക് പോണ മുമ്പ് മഹേഷിന് അവനോട് തട്ട് കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. ആതിര അവൾ എവിടെയാണ് അവൻ പാർപ്പിച്ചിരിക്കണത്. ഇനിയും കോടതി ഒരു പ്രാവശ്യം കൂടി വിളിക്കുമല്ലോ. ഇപ്പൊ വിനോദിനെ വിട്ടയച്ചു ശരിയാണ്, പക്ഷെ ഈ കേസ് തീർന്നിട്ടില്ല. ഈ കേസ് ഇനിയും വിളിക്കും. അത് വിളിക്കുന്നതിന് മുമ്പ് ആ ആതിര എവിടെയാണെന്ന് അറിയണം. അവളെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഈ കേസ് എന്തായാലും തെളിയിക്കാൻ പാടില്ല. തെളിയിച്ചു കഴിഞ്ഞാൽ അതോടെ തന്റെ ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കുന്ന ആകാശും അൻസാരിദാസും കൂടി ചേർന്ന് പിന്നീട് ആതിരനെ അന്വേഷിക്കണ തത്രപ്പാടിലാട്ടോ. ആതിരനെ എവിടെയാ ഒളിപ്പിച്ചേക്കണത്, ആതിരനെ കണ്ടുപിടിച്ച് അവളെ തീർത്ത് കളയണം. അടുത്ത കോടതി കൂടുമ്പോൾ വിധി പറയാനായിട്ട് അവൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.